എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബൈക്കൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് മെയിനായിട്ട് വരുന്നൊരു പ്രശ്നമാണ് കമ്പനി കൊടുത്ത ഹെഡ് ലാമ്പ് നിറമില്ലാത്ത പ്രശ്നം കാര്യങ്ങളൊക്കെ. ഇപ്പോൾ പഴയ ബൈക്കിലൊക്കെ ആണെങ്കിൽ നമ്മളിതിൻ്റെ കോയിലും കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്തിട്ട് പഴയ രീതിയിൽ തന്നെ കുറച്ചുകൂടി നിറം വരാറുണ്ട്. നമ്മൾ ആ ഒരു വഴിക്ക് നിൽക്കാതെ നമ്മൾ എക്സ്ട്രാ ബൾബ് വെച്ച് കൊടുക്കാറുണ്ട്. ഓരോ ആളുകൾ LED ഒക്കെ നമ്മൾ വെച്ച് കൊടുക്കാറുണ്ട് ക്രാഷ് ഗാർഡിൻ്റെ അവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ചെറിയ 2 ഫോഗ് ലാമ്പ്, നമ്മൾ കാണുമ്പോൾ ചെറിയ 2 ഫോഗ് ലാമ്പാണ്, പക്ഷെ നല്ല നിറവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏതായാലും വാങ്ങിയിട്ടുണ്ട്, ഇതാണ് ബോക്സ് വരുന്നത്. അപ്പോൾ ഏതായാലും അത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു യൂസർ റിവ്യൂ, അത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് അതിൻ്റെ ജസ്റ്റ് ഒരു റിവ്യൂ കാര്യങ്ങളാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ബൈക്കിൽ ഇതുപോലെ ഹെഡ് ലാമ്പിന് നിറം കുറവോ മറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. എല്ലാ ബൈക്കും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഇടാൻ പറ്റും, എവിടെയും നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. ചെറിയ 2 ഫോഗ് ലാമ്പുകളാണ്. 2 ടൈപ്പ് LED ലൈറ്റ്സുകളാണ് ഇതിന് വരുന്നത്. വൈറ്റും വരുന്നുണ്ട്, ഫോഗ് ലാമ്പ് വരുന്നുണ്ട്, ഒരു യെല്ലോയിഷ് കളറും വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഈ ഒരു ബോക്സ് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം, ബോക്സിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത്. ജസ്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഫ്ലിപ്കാർട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഓക്കെ. അവരെ ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുള്ള ബ്രാൻഡാണോ എന്താ അറിയില്ല, കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി കണ്ടുകൊണ്ട് തന്നെ നമ്മൾ ഓർഡർ ചെയ്തതാണ്. പിന്നെ ഇതിൻ്റെ വാങ്ങിയ കസ്റ്റമേഴ്സിൻ്റെയൊക്കെ റെസ്പോൺസ് കണ്ടിട്ട് നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ് കേട്ടോ. 2 ടൈപ്പുള്ള കളറാണ്. ഒന്ന് ഫോഗായിട്ടുള്ള യെല്ലോ, പിന്നെ നമ്മളെ സാധാരണ വരുന്ന വൈറ്റ് കളറാണ്. ഏതായാലും ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. സ്പോട്ട് ലൈറ്റ്, LED 2 മോഡ്സ്, അതിൻ്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. 2 ടൈപ്പ് ഇതുപോലെ ടൈപ്പ് ഓഫ് LED ആണ് വരുന്നത്. ഓക്കെ, നമുക്ക് അൺബോക്സ് ചെയ്യാം. ഓക്കെ, പുറത്തേക്ക് എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ വരുന്നത്. അതിൽ നമുക്ക് ഇതുപോലെ ഇതാണ് നമ്മളെ LED വരുന്നത്. ഓക്കെ, ഈ ഒരു രീതിയിലാട്ടോ 2 സൈഡത്തുണ്ട്. ഇത് ഒന്നിന് താഴെയായിട്ട് അതിൻ്റെ നട്ടും ബോൾട്ടും കാര്യങ്ങളൊക്കെ, പിന്നെ ചെറിയ 2 സ്ക്രൂ കാണാം. നമുക്ക് ഇവിടെ കട്ട് ചെയ്യാനുള്ളതാണ് ഈ ഒരു ഹോളിൽ. ഈ ഒരു ഫോട്ടോയിൽ കാണിച്ച പോലെ നമുക്ക് ഇതൊരു സ്റ്റാൻഡ് പോലെ ഇങ്ങനെ വെക്കാനുള്ളത് കേട്ടോ. അപ്പോൾ അതിനുള്ള സ്ക്രൂവും കാര്യങ്ങളൊക്കെയാണ്. ഏതായാലും ഉള്ളിൽ തന്നെ എടുത്ത് വെക്കാം. പിന്നെ വരുന്നത് ഇതുപോലെ തന്നെ ആ ഒരു സ്വിച്ച് ഇതുപോലെ, ഇത് ആ ക്ലാമ്പ് ഇതാണ് കേട്ടോ, നമ്മൾ ആ ഫോട്ടോയിൽ കണ്ട അങ്ങനെ 2 ക്ലാമ്പ് കൊടുത്തോണു. പിന്നെ ഇതാ സ്വിച്ച് വരുന്ന ഇതാണ്. ഇത് ഓഫ്. ഫസ്റ്റ് ഒരു ഇട്ടാൽ യെല്ലോ കളറ്, പിന്നെ വൈറ്റ് കളറ്. അത് പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് സ്വിച്ച് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തതിൽ കാണാൻ പറ്റുന്നത്. നമുക്ക് ഫിറ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്, എന്താ പരിപാടി, എന്താ പാടെന്നുള്ളതൊക്കെ നോക്കാം. കാരണം ഇത് ക്ലാരിറ്റി ഉണ്ടോ, അത്യാവശ്യം റേഞ്ച് ദൂരത്തിൽ നല്ല നിറം കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. നമ്മൾ വെക്കാൻ പോകുന്ന വണ്ടി ഡിസ്കവറാണ്. ഡിസ്കവറിൽ നമുക്ക് പൊതുവെ ചെറുതായിട്ട് നിറം കുറവാണ് അതിലുള്ള ഹെഡ് ലാമ്പ്. അപ്പോൾ ഇതും കൂടി വെച്ചിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കണം. അപ്പോൾ വയറിങ്ങും കാര്യങ്ങളൊക്കെ വലിച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാം. നമ്മളിത് വെക്കാൻ പോകുന്നത് നമ്പർ പ്ലേറ്റിൻ്റെ ഒക്കെ ഒരു താഴെയായിട്ട്, നമ്മളെ ഷോക്കിൻ്റെ ഒക്കെ ഒരു മേലായിട്ട് വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് വെളിച്ചം താഴേക്ക് കിട്ടുന്ന രീതിയിലാട്ടോ വെച്ച് നോക്കുന്നത്. അപ്പോൾ എന്തായാലും നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബോക്സിൽ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് കണ്ടു. അപ്പോൾ ഇനി നമുക്ക് ഫിറ്റിങ്സ് ഇപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഫിറ്റ് ചെയ്തത് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫ്രണ്ട് ഷോക്കിൻ്റെ 2 സൈഡിലായിട്ട് നമ്മളെ ഇൻഡിക്കേറ്ററിൻ്റെ ഒക്കെ ഇവിടെ ആയിട്ട് നമുക്ക് ഇവിടെ ഒരു ബോൾട്ട് കാണാം. ഈ ഒരു ഷോക്കിൻ്റെ കുറച്ച് മേലായിട്ട് ഈ ഒരു ബോൾട്ട് മേലായിട്ടോ നമ്മൾ ഇതുപോലെ ഹോണിൻ്റെ ക്ലാമ്പാണ് ഇത് ഈ വരുന്നത്. ഹോണിൻ്റെ ക്ലാമ്പ് ഇതുപോലെ വളച്ച് കൊടുത്തിട്ട് ഈ ഒരു രീതിയിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ചെറുതായിട്ട് തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിതിപ്പോൾ വെച്ചിട്ടൊരു 2 ആഴ്ചത്തോളമായി. ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു, വീഡിയോ ഇടാൻ ലാഗ് ആയതും അതാണ്. 2 ആഴ്ച ചെക്ക് ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒരു ഫുൾ റിവ്യൂ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാമ്പിൻ്റെ ഇവിടെ ചെറുതായിട്ട് തുരുമ്പ് വന്നിട്ട് മഴ ആയതുകൊണ്ട് തന്നെ വെള്ളം ഇറങ്ങിയിട്ട്. പിന്നെ ഇതാണ് നമ്മളെ LED. നമ്മൾ 2 വശത്ത് സെയിം രീതിയിലാട്ടോ വെച്ചിട്ടുള്ളത്. കണക്ഷൻസ് എങ്ങനെ കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ 2 ഫോഗ് ലാമ്പിൽ നിന്ന് വരുന്ന വയറുകൾ നമ്മളതുപോലെ ഹെഡ് ലാമ്പിൻ്റെ അസംബ്ലിൻ്റെ ഉള്ളിലേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ നമുക്കിതിൽ വരുന്ന സ്വിച്ച് ഇതിൽ നമുക്ക് കിട്ടിയിട്ടുള്ള സ്വിച്ച് ഡാമേജ് ആണ്. ഡാമേജ് മീൻസ് ഇതിൽ 2 കണക്ഷൻസ് ഉണ്ട്. അതായത് യെല്ലോ ലൈറ്റും വൈറ്റ് ലൈറ്റും കത്താനായിട്ട് 2 സ്വിച്ചിങ് ഉണ്ട്. ആ ഓഫ് ഓൺ 2 ഓൺ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഒരു സ്വിച്ച് വർക്ക് ചെയ്യുന്നില്ല. അതായത്
ഫസ്റ്റ് സ്വിച്ച് വർക്കിംഗ് ആണ്, രണ്ടാമത് കൊടുക്കുന്ന സമയത്ത് വർക്കിംഗ് അല്ല, നമുക്ക് കണക്ഷൻ കിട്ടുന്നില്ല. നമ്മൾ മൾട്ടിമീറ്ററിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കി. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ വേറെ നമ്മൾ യൂസ് ചെയ്തിരുന്ന ഓൾഡ് സ്വിച്ച് ഉണ്ട്, അതിലേക്കാണ് വൈറ്റ് സ്വിച്ചിൻ്റെ കണക്ഷൻ ഇതിലേക്കും യെല്ലോ സ്വിച്ചിൻ്റെ കണക്ഷൻ ഇതിലേക്കും അങ്ങനെ കൊടുത്തേക്കാണ്. കണക്ഷൻസ് എടുക്കാൻ വളരെ സിമ്പിളാണ്. നമുക്ക് ഏതെങ്കിലും ഒരു പവർ വയർ ഇതിൽ നിന്ന് എടുത്താൽ മതി. നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് നമ്മൾ ബ്രേക്കിൻ്റെ സ്വിച്ച്, ഫ്രണ്ട് ബ്രേക്ക് സ്വിച്ച് ഉണ്ടല്ലോ, ഈ ഒരു രീതിയിൽ വരുന്ന ഫ്രണ്ട് ബ്രേക്ക് സ്വിച്ചിലേക്ക് പവർ വരുന്ന കണക്ടർ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു കപ്ലർ, ഈ ഒരു റെഡ് കപ്ലറിന് വരുന്ന ഇതിൽ ഇന്നും ഉണ്ടാവും ഔട്ടും ഉണ്ടാവും. അപ്പോൾ ഇതിൽ വരുന്ന ഇന്നിക്കാണ് നമ്മൾ പവർ വയർ ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇന്നിൽ എപ്പോഴും നമുക്ക് കറണ്ട് ഉണ്ടാവും. ഔട്ട് വരുമ്പോൾ നമ്മൾ ബ്രേക്ക് സ്വിച്ച് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാത്രം പവർ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇന്നിലേക്ക് വരുന്ന ആ ഒരു പവർ നമ്മളെടുത്തു. അതുപോലെ തന്നെ ബോഡി എർത്തായിട്ട് ഇതുപോലെ ഇവിടെ ബോഡി എർത്തും കൊടുത്തു ഈ രീതിയിൽ. അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ കണക്ട് ചെയ്യാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫിഗർ ഞാൻ ജസ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ലൈറ്റ് കാര്യങ്ങൾ എത്രത്തോളം ഉണ്ട്, നിറം ഉണ്ടോ എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഒരു വൈകുന്നേര സമയത്തുള്ള വ്യൂവും അതുപോലെ തന്നെ ഇപ്പോൾ രാത്രി നമ്മൾ വണ്ടിയിൽ പോകുമ്പോഴുള്ള ആ ഒരു പ്രകാശം എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കാം. ഹെഡ് ലാമ്പിൻ്റെ കളറും ഇതിൻ്റെ കളറും കൂടി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഒരു സന്ധ്യാസമയത്താണ് ഈ ഒരു വണ്ടി ഓടിക്കുന്നത്, ഒരു 6:15 സമയത്ത്. അപ്പോൾ റോഡിലൊക്കെ ചെറുതായിട്ട് ഇരുട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു വെട്ടം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഞാൻ എൻ്റെ കമ്പനി കൊടുത്തതിലുള്ള ഹെഡ് ലാമ്പ് മാത്രമായിട്ടൊന്ന് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ വാഹനത്തിൽ ഹെഡ് ലാമ്പ് മാത്രമായിട്ട് വരുമ്പോൾ ഉള്ള ആ ഒരു വെട്ടം എന്ന് പറയുന്നത്. ഡിമ്മും ബ്രൈറ്റും ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ നിന്ന് ഇതിലേക്ക് മാറുമ്പോൾ എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി നല്ല രീതിയിൽ ഇരുട്ടുള്ളൊരു റോഡിലാണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ആ ഒരു സ്പോട്ട് ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇത്രയും വെട്ടം നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഡിമ്മും ബ്രൈറ്റും എന്ന് പറയുന്നത് നമുക്ക് തന്നെ അവിടെ മേലേക്കും താഴത്തേക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ യെല്ലോയിഷ് കളർ വരുന്നത്, ആ ഒരു വാം ടോൺ വരുന്ന ഒരു യെല്ലോ കളർ വരുന്നത്. അപ്പോൾ ഇതും അത്യാവശ്യം നിറമുണ്ട് കേട്ടോ. നമുക്ക് ഇനി വൈറ്റ് വേണ്ടെങ്കിൽ ഇത് ഇട്ട് പോകാം, നമുക്ക് നല്ല യൂസ്ഫുള്ളായിരിക്കും. മഴയുള്ള സമയത്ത്, ഫോഗുള്ള സമയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടാവും. രാത്രിയൊക്കെ നല്ല രീതിയിൽ നല്ല പ്രകാശമുണ്ട്. നമുക്ക് ഈ ഒരു ഹെഡ് ലാമ്പിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടി എക്സ്ട്രാ പവറും ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല കളറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ മഞ്ഞ കളർ ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. മഴയുള്ള സമയത്ത്, മഞ്ഞുള്ള സമയത്തൊക്കെ അതും യൂസ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ ആ യൂസർ റിവ്യൂ പറയുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം ഒരു 300 രൂപയുടെ അടുത്താണ്. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിലാണ്. ഇനി നമുക്ക് നമ്മളെ ഹെഡ് ലാമ്പിൻ്റെ നിറം കൂട്ടിയെടുക്കാം. ഇനി നമുക്ക് ഇനി കോയിലും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് അത്രയും പൈസ മുടക്കാത്ത രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ബൈക്കിൽ ഉണ്ടായിരുന്ന ഹെഡ് ലാമ്പിൻ്റെ ബൾബ് നമ്മൾ മാറ്റിയിട്ട് കൊടുത്തിരുന്നു. അത് നമ്മൾ LED ആക്കാൻ നോക്കിയിരുന്നു. പക്ഷേ നമ്മൾ LED ലാമ്പ് വെക്കുന്ന സമയത്ത് അതിന് പുറകിലായിട്ടൊരു ഫാൻ വരും. അതായത് ഇതിൻ്റെ ഹീറ്റ് സിങ്കും ഫാനും വരും. അപ്പോൾ ആ ഒരു ഫാന് പുറകിൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഡൂമിൻ്റെ ഉള്ളിലായിട്ട് ആ ഒരു LED കറക്റ്റായിട്ട് ഫിക്സിങ് ആവണില്ല. നമ്മൾ ആ ഒരു ഹെഡ് ലാമ്പ് ആസി മൊത്തമായിട്ട് അവിടെ ഫിക്സ് ആവണില്ല. അങ്ങനെ നമ്മൾ ഒരു വട്ടം ഹെഡ് ലാമ്പ് ആസി മൊത്തമായിട്ട് മാറിയതാണ്. നമ്മളങ്ങനെ യൂസ് ചെയ്തതിൻ്റെ ശേഷം അത് ക്രാക്ക് വന്നിട്ട് അങ്ങനെ മാറിയതാണ്. അപ്പോൾ ഒരു വട്ടം നമ്മൾ ട്രൈ ചെയ്തതാണ് LED, ഈ ഒരു ഹാലജൻ ബൾബ് മാറ്റിയിട്ട് LED ആക്കി കൊടുത്തപ്പോൾ ഈ ഒരു കറക്റ്റ് ഫിക്സിങ് ആവാത്തൊരു പ്രോബ്ലം വന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ലൈറ്റ് ഫിറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇത്തരത്തിൽ ആർക്കെങ്കിലും ഹെഡ് ലാമ്പിന് നിറം കുറവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം.